Hello, good afternoon. This is Shruti from IILT with yet another live session. Okay. So, ഞാനിങ്ങനെ എന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അല്ലേ? ബൈ ദ ടൈം നമ്മളിപ്പോൾ ഫെമിലിയറൈസ് ആയിട്ടുണ്ടാകും. ഫൈൻ. സോ Q&A സെഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? സോ നമ്മൾ ഡയറക്റ്റ്ലി ഇതിലേക്ക് നമ്മുടെ സെഷനിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ? സോ ഹായ്, ഹലോ, ഹായ്. ഓക്കെ. സോ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു, റൈറ്റ്? ഓൾ റൈറ്റ്. സോ നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ Q&A എന്ന് പറഞ്ഞത് നമ്മൾ ചെയ്തത് റീഡിങ്ങിനായിരുന്നു അല്ലേ? നിങ്ങൾക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു, നമ്മളത് ക്ലിയർ ചെയ്തു. ഇനി അടുത്ത Q&A എന്ന് പറയുന്നത് സ്പീക്കിങ്ങിനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് Q&A ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക, ഒരു സാധനം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അത് കറക്റ്റ് കംപ്ലീറ്റ് തറോ ആയിട്ടല്ലേ നമുക്കതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ പ്രാക്ടീസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ബേസിക് ഡൗട്ട്സ് ചോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലൈവുകളൊക്കെ ആദ്യമേ കണ്ട് തുടങ്ങേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നമുക്ക് ബേസിക് എന്താ പറയുക ഡൗട്ടുകൾക്കൊന്നും ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം വിഗ്രസ് പ്രാക്ടീസ് സെഷൻസ് ആയിരിക്കും അല്ലേ? നമ്മളൊരു ക്യൂ കാർഡ് പറയുന്നു, അതിൻ്റെ ആൻസേഴ്സ് പറയുന്നു, അങ്ങനത്തെ പ്രാക്ടീസ് സെഷൻസ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളിപ്പം ഇപ്പം നിങ്ങൾ ചോദിച്ചിട്ടുള്ള ബേസിക് ഡൗട്ടുകളിന് നമ്മൾ ആൻസർ ചെയ്യാൻ ഓർത്തിട്ടാണ്. ലൈക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽസിൽ, അതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ അല്ലെങ്കിൽ നമുക്ക് പേഴ്സണൽ മെസ്സേജസ് വരുന്നുണ്ട്. ഓരോ ഡൗട്ടുകൾ സ്റ്റുഡൻസ് ചോദിച്ചിട്ട് ഇങ്ങനെ കോമെൻറ്റിൽ ഞങ്ങൾ ചോദിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കോമെൻറ്റിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാതെ പോയ ക്വസ്റ്റ്യൻസ് നമുക്ക് ചില കോമൻസ് നോക്കിയാൽ കാണാൻ പറ്റില്ല, പക്ഷേ നമ്മൾക്ക് കാണുന്ന മാക്സിമം കോമൻസ് നമ്മൾ എടുത്തിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കോമൻസിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നമുക്ക് മെല്ലെ തുടങ്ങാം അല്ലേ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഒരുപാട് ഇപ്പം അഡ്വാൻസ്ഡ്, ഇൻ്റർമീഡിയറ്റ്, അതുപോലെ വെരി ബേസിക്, അങ്ങനത്തെ നമുക്ക് ഓഡിയൻസ് ഒക്കെ ഉണ്ട് അല്ലേ? സോ നമ്മൾ ഫസ്റ്റ് നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ വെരി ബേസിക് ആയിട്ടുള്ളൊരു ഓഡിയൻസ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഹൗ മെനി പാർട്സ് ആർ ദെയർ ടു ദി IELTS സ്പീക്കിംഗ് ടെസ്റ്റ്? സോ IELTS സ്പീക്കിംഗ് ടെസ്റ്റിന് എത്ര പാർട്സ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മളിത് ബിഗിനിങ്ങിൽ IELTS സ്പീക്കിംഗ് ടെസ്റ്റിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഓവർവ്യൂ ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, എത്ര പാർട്സ് ഉണ്ട് എന്നുള്ളത്. There are 3 parts. Okay, there are 3 parts for IELTS speaking test. That is, first one is an interview. A talk, and third one is your discussion session. ഇങ്ങനെ 3 പാർട്ടുകളാണ് ഉള്ളത് എന്ന് പറഞ്ഞിരുന്നു അല്ലേ? സോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുള്ളത്, ഹൗ ലോങ് ഡസ് ദി സ്പീക്കിംഗ് ടെസ്റ്റ് ടേക്ക്? ഇത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാനിങ്ങനെ ഒരു ബേസിക് ക്ലാസ് ആണ്. നമുക്കിപ്പോൾ ക്ലാസ്സസ് ഉള്ളത് ബേസിക് ഇൻ്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ്, അങ്ങനെ ലെവൽ തിരിച്ചിട്ടാണ് നമുക്ക് ക്ലാസ്സസ് ഉള്ളത്. സോ വെൻ ഐ വെൻറ്റ് ഇൻ ടു എ ബേസിക് ക്ലാസ്, നമ്മൾ ആദ്യം തുടങ്ങുന്ന സമയത്ത് ഇതൊക്കെ പറഞ്ഞിട്ടാണ്, ഓവർവ്യൂ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അല്ലേ? ദെൻ ഐ ആസ്ക്ഡ് ദി സ്റ്റുഡൻസ്, അതായത് കുറേ സ്റ്റുഡൻസ് ഉണ്ട്, അവരോട് ഓൾറെഡി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കുമല്ലോ നമ്മൾ, ഓക്കെ എന്തൊക്കെയാണ് വെറുതെ ഇങ്ങനെ നോക്കിപ്പോലോ, ജസ്റ്റ് നമുക്ക് IELTS തുടങ്ങണം എന്ന് ഓർക്കുന്ന സമയത്ത് അങ്ങനത്തെ സ്റ്റുഡൻസ് ഉണ്ട്. ഐ ജസ്റ്റ് ആസ്ക് ദെം, നിങ്ങൾക്ക് അറിയോ നിങ്ങളുടെ സ്പീക്കിംഗ് എത്ര ടൈം എടുക്കും എന്നുള്ളത്? ഡു യു നോ ഹൗ ലോങ് ഈസ് എ സ്പീക്കിംഗ് സെഷൻ ഇൻ യുവർ ടെസ്റ്റ് എന്നുള്ളത്? ഞാൻ ചോദിച്ച സമയത്ത് എന്നോട് കുറേ പേര് പറഞ്ഞു, ലൈക്ക് 40 minutes, 30 minutes, 1 hour എന്ന് പറഞ്ഞ സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് കുറേ സ്റ്റുഡൻസിന് വരുന്നൊരു ഡൗട്ടാണ്. ആക്ച്വലി കറക്റ്റ് നമ്മളൊരു ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു ടൈം സ്ലോട്ട്, അല്ലെങ്കിൽ ഇത്ര ടൈമിനുള്ളിൽ നിങ്ങളുടെ സ്പീക്കിംഗ് കഴിയുമെന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് 11 to 14 minutes. 11 to 14 minutes ആണ് നിങ്ങളുടെ സ്പീക്കിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഇനി നമ്മൾ പാർട്സ് ആയിട്ട് ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പാർട്ട് 1 എന്ന് പറയുന്നത് 4 to 5 minutes ആണ്. പിന്നെ പാർട്ട് 2 എന്ന് പറയുന്നത് 3 to 4 minutes ആണ്. ഓക്കെ, 3 to 4 minutes, 3 minutes മാക്സിമം. കാരണം 1 minute നിങ്ങൾക്ക് പ്രിപ്പറേഷനും ടൈം കിട്ടും, 2 minutes നിങ്ങൾക്ക് സംസാരിക്കാനും ടൈം കിട്ടും. സോ 3 to 4 minutes എന്നാണ് പറയുന്നത്. ആൻഡ് പാർട്ട് 3 ഈസ് അഗൈൻ 4 to 5 minutes. ഇങ്ങനെയാണ് നമുക്ക് ടൈമിങ്ങിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് 11 to 14 minutes നിങ്ങളുടെ സ്പീക്കിംഗ് ടെസ്റ്റ് തീരുന്നതാണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വളരെ ബേസിക് ലെവലായിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത്. അതായത്, ഈസ് സ്പീക്കിംഗ് ടെസ്റ്റ് ഫേസ് ടു ഫേസ് വിത്ത് എൻ എക്സാമിനർ
or by computer എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഒരു ക്വസ്റ്റൻ ഇസ് വെരി സിമ്പിൾ. ഒബ്വിയസ്ലി യു വിൽ ഹാവ് എൻ ഇൻ്റർവ്യൂ, ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ വിത്ത് എൻ എക്സാമിനർ നോട്ട് വിത്ത് ദി കമ്പ്യൂട്ടർ. സോ ദർ ഈസ് നോ ചാൻസ് ദാറ്റ് യു ഗെറ്റിംഗ് എ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ വിത്ത് എ കമ്പ്യൂട്ടർ. ഓക്കെ, സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അല്ല എക്സാം നടത്തുന്നത്, എപ്പോഴും ഒരു ആരാണ് ഫേസ് ടു ഫേസ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. ഇപ്പോഴും നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ അടുത്തുള്ള ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആണ് എന്ത് IELTS സ്പീക്കിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ഇസ്, നമ്മൾ ഇതും നോക്കിയിരുന്നു ആദ്യം. നിങ്ങൾക്ക് ആദ്യത്തെ ലൈവുകളൊക്കെ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് ഓവർവ്യൂവിൽ നമ്മൾ ക്രൈറ്റീരിയാസ് കൊടുത്തിരുന്നു, മാർക്കിംഗ് ക്രൈറ്റീരിയാസ്. സോ അടുത്ത ക്വസ്റ്റൻ ഇസ് സംതിങ് ബേസ്ഡ് ഓൺ ദാറ്റ്. ഓക്കെ, how will the speaking test be marked? നമ്മുടെ സ്പീക്കിംഗ് ടെസ്റ്റ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത്. സോ യു വിൽ ബി മാർക്ക്ഡ് ഓൺ ഫ്ലുവൻസി, ഫസ്റ്റ് തിങ്, ദ വെരി ബേസിക് തിങ്. ഓക്കെ, സോ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഫ്ലുവൻസി ഈസ് നോട്ട് ദ പേസ് ദാറ്റ് ടു സ്പീക്ക് ഇൻ, റൈറ്റ്? നമ്മൾ എത്രത്തോളം ഹറി ചെയ്യുന്നു എന്നുള്ളതല്ല സ്പീക്കിങ്ങിൻ്റെ ഫ്ലുവൻസി എന്ന് പറയുന്നത്. Fluency is something that you have to talk without using fillers or without using without stopping. അങ്ങനെ സംസാരിക്കുന്നതിനെയാണ് നമ്മൾ ഫ്ലുവൻസി എന്ന് പറയുന്നത്, റൈറ്റ്? ഓൾ റൈറ്റ്. ഇനി നെക്സ്റ്റ് വൺ ഇസ് ലെക്സിക്കൽ റിസോഴ്സസ്. നമ്മൾ പറഞ്ഞിരുന്നു, സിംപ്ലി പറയുകയാണെങ്കിൽ വൊക്കാബുലറി. വൊക്കാബുലറി എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ വലിയ വാക്കുകൾ അറിയാം. ഇത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് എന്താണോ നമ്മളോട് എക്സാമിനർ ചോദിച്ചിട്ടുള്ളത്, വി ഹാവ് ടു ആൻസർ ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ് ഓൺലി. ആ കോണ്ടെക്സ്റ്റിൽ മാത്രം ആൻസർ ചെയ്യുന്നതിനെയാണ് നമ്മൾ, ആ കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യുന്ന വൊക്കാബുലറി യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് മാർക്സ് കിട്ടുള്ളൂ. സോ ലെക്സിക്കൽ റിസോഴ്സസ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഗ്രാമർ ആൻഡ് പ്രൊനൗൺസിയേഷൻ. അപ്പം ഗ്രാമർ നോക്കുന്നുണ്ട്, നമ്മൾ കറക്റ്റ് ആയിട്ടാണോ ടെൻസസ് യൂസ് ചെയ്യുന്നത്, സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് കറക്റ്റ് ആയിട്ടാണോ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുന്നുണ്ട്. ഇനി പ്രൊനൗൺസിയേഷൻസ് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോ വാക്കുകളും ഡിഫറെൻറ്റ് ആക്സൻസിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിരിക്കും. ബ്രിട്ടീഷ് ആക്സെൻറ്റ് ഉണ്ട്, അമേരിക്കൻ ആക്സെൻറ്റ് ഉണ്ട്, ഇതിലൊക്കെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പിലായിരിക്കും സംസാരിക്കുന്നത്, അല്ലേ? പിന്നെ പ്രൊനൗൺസിയേഷൻ നോക്കുന്നുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ are you understandable? നിങ്ങൾ പറയുന്നത് എക്സാമിനർക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളതാണ് പ്രൊനൗൺസിയേഷനിലൂടെ നോക്കുന്നത്. All right. ഇനി and each of this criteria carries 25%, right? 25% മാർക്സ് കിട്ടുന്നുണ്ട് ഈ ക്രൈറ്റീരിയയ്ക്ക്, ഓരോ ക്രൈറ്റീരിയയ്ക്കും. ഓക്കെ, ആൻഡ് യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഹായ് തോമസ്, ഹായ് റീസ. ഓക്കെ, ഫൈൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, when will my speaking test be marked? Does the examiner listen to the recording to decide the marks? അപ്പോൾ അടുത്ത ഈ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പല സ്റ്റുഡൻസിനും വരുന്നൊരു ഡൗട്ടാണ്, എന്താണ് എപ്പോഴാണ് എനിക്ക് എൻ്റെ സ്പീക്കിങ്ങിൻ്റെ മാർക്ക് കിട്ടുക? ഇനിയിപ്പോൾ ഞാൻ പോയി കഴിഞ്ഞതിന് ശേഷം, ഞാൻ എക്സാം ഹാളിൽ വിട്ടതിന് ശേഷം ആ റെക്കോർഡിംഗ് ഒക്കെ ഇരുന്ന് കേട്ടിട്ട് മെല്ലെയാണോ എക്സാമിനർ എനിക്ക് മാർക്ക് തരുള്ളൂ എന്നുള്ളൊരു ക്വസ്റ്റൻ പല സമയത്തും സ്റ്റുഡൻസിന് വരുന്നൊരു ഡൗട്ടാണ്. ഇപ്പം എൻ്റെ അടുത്ത് തന്നെ എൻ്റെ പല സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ട്, മിസ് ഈ എക്സാമിനേഴ്സ് നമ്മൾ ഈ പറയുന്ന റെക്കോർഡിങ്സ് ഒക്കെ കേൾക്കുന്നുണ്ടോ എന്നുള്ളത്. ആക്ച്വലി ദ മൊമെൻറ്റ് യു ലീവ് ദ റൂം, ആ സ്പീക്കിംഗ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ റൂം പോകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. നിങ്ങളുടെ എക്സാമിനർ ആരായിരുന്നോ ആ എക്സാമിനർ നിങ്ങൾക്ക് മാർക്ക് തരും, റൈറ്റ്? ഇനിയിപ്പോൾ നിങ്ങൾ അതിൻ്റെ റിമാർക്ക് ചോദിക്കുകയാണെങ്കിൽ മാത്രമാണ് ഒരു സീനിയർ എക്സാമിനർ വന്നിട്ട് നിങ്ങളുടെ ഓഡിയോ കേട്ടിട്ട് നിങ്ങൾക്ക് റിമാർക്ക് തരുള്ളൂ. അതിനാണ് റെക്കോർഡിംഗ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ അത് പിന്നീട് കേട്ടിട്ട് അങ്ങനെയല്ല നിങ്ങൾക്ക് മാർക്ക് ചെയ്യുന്നത്. മൊമെൻറ്റ് യു ലീവ് ദ റൂം നിങ്ങൾക്ക് എക്സാമിനർ മാർക്സ് ഇട്ടിട്ടുണ്ടാകും, റൈറ്റ്? ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്തൊരു ക്വസ്റ്റൻ വന്നിട്ടുള്ളത്, വാട്ട് കൈൻഡ് ഓഫ് ടോപ്പിക്സ് വിൽ ബി ആസ്ക്ഡ് ഇൻ സ്പീക്കിംഗ് ടെസ്റ്റ്? സോ ഇതും എനിക്ക് തോന്നുന്നു ഒരു ബേസിക് ആയിട്ടുള്ളൊരു സ്റ്റുഡൻറ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് എന്നുള്ളത്. സോ ദർ ആർ മെനി ഡിഫറെൻറ്റ് ടോപ്പിക്സ്, കുറേ ഡിഫറെൻറ്റ് കൈൻഡ്സ്. ഇപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾ എത്ര ടോപ്പിക് ഉണ്ട് എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല, ബിക്കോസ് അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് നമുക്കുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് നമ്മുടെ ലൈവ് സീരീസ് കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു പോകുമല്ലോ. അതുകൊണ്ട് നമ്മൾ ഓരോ ടോപ്പിക്സ് എടുത്തിട്ട്, ഓക്കെ ഈ ടോപ്പിക് ഉണ്ട്, ഇതൊക്കെയാണ് വരുന്നത്, ഇതൊക്കെയാണ് വൊക്കാബുലറി, ഇതൊക്കെയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട ഇഡിയംസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇനിയും സെഷൻസ് പോകുന്നുണ്ട്. സോ ഏതൊക്കെ ടോപ്പിക്സ് ആണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ഇനി വരുന്ന സെഷൻസിൽ പറയുന്നതായിരിക്കും. കാരണം അതൊരൊറ്റ ദിവസം കൊണ്ട് പറഞ്ഞ് നമുക്ക് തീർക്കാൻ പറ്റില്ല, ബിക്കോസ് അത്രയും വാസ്റ്റ് ഏരിയ ആണത്. ഓക്കെ, ഇനി
നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഹൗ മെനി ക്വസ്റ്റൻസ് വിൽ ഐ ബി ആസ്ക്ഡ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റനും ഒരുപാട് സ്റ്റുഡൻസിനും ഒരുപാട് പേർക്കും ഡൗട്ടുള്ളൊരു ക്വസ്റ്റനാണ്. കാരണം ഡൗട്ടുള്ളൊരു കാര്യമാണ് സ്പീക്കിങ്ങിൽ എനിക്ക് എത്ര ക്വസ്റ്റൻസ് കിട്ടും എന്നുള്ളത്. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു നിങ്ങൾ എത്ര സെഷൻ ഉണ്ടെന്ന് ഫസ്റ്റ് ക്വസ്റ്റൻ നിങ്ങൾ ചോദിച്ചത് ഓർമ്മയുണ്ടോ? ആ ക്വസ്റ്റന് നമ്മൾ ഉത്തരം പറഞ്ഞു നമുക്ക് എത്ര പാർട്ട് ഉണ്ട്, 3 parts ഉണ്ട് എന്നുള്ളതല്ലേ. അപ്പോൾ ഓരോ പാർട്സിലും എത്ര ക്വസ്റ്റൻ ആണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് പാർട്ട് 1 യു വിൽ ബി ഗെറ്റിംഗ് 12 questions. 12 questions ആയിരിക്കും പാർട്ട് 1 ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അത് 3 different ടോപ്പിക്സിനെ ബേസ് ചെയ്തായിരിക്കും. ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോർ ഇൻസ്റ്റൻസ് ഹോം ടൗൺ, your work or studies, then your hobbies. അപ്പം ഇങ്ങനത്തെ 3 പാർട്സിനെ ബേസ് ചെയ്തിട്ട് 12 questions ആയിരിക്കും നിങ്ങൾക്ക് എന്തിൽ കിട്ടുന്നത്, പാർട്ട് 1 കിട്ടുന്നത്. ആൻഡ് പാർട്ട് 3 you will be asked like around 5 or more questions, maybe like 5 to 7 നമുക്ക് പറയാം. 5 to 7 questions ആയിരിക്കും ചോദിക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് അറിയാം പാർട്ട് 2 ഒബ്വിയസ്ലി 1 question ആണ് ചോദിക്കുന്നത്, ക്യൂ കാർഡാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇനി പാർട്ട് 3 വരുന്ന ക്വസ്റ്റൻസ്, ഇപ്പോൾ പാർട്ട് 3 5 ആണോ 7 ആണോ നമ്മൾ പറഞ്ഞില്ലേ, അതെന്താ ഒരു കറക്റ്റ് ആൻസർ പറയാതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസറിൻ്റെ ലെങ്ത് പോലെ ഇരിക്കും. യു ക്യാൻ ടോക്ക് ലൈക്ക് 1 minute to 2 minutes അല്ലേ. അപ്പോൾ നിങ്ങൾ 2 minutes സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ പാർട്ട് 3 ചോദിക്കുന്ന ക്വസ്റ്റൻ്റെ ലെങ്ത് കുറയും അല്ലേ. ഇപ്പോൾ 5 ചോദിക്കാൻ പറ്റുള്ളൂ. അതുപോലെ നിങ്ങൾ 1 minute ആണ് സംസാരിച്ചിട്ടുള്ളെങ്കിൽ ഓൺ ദി അതർ സൈഡ് എന്താണ് സംഭവിക്കുന്നത്, പാർട്ട് 3 ലെങ്ത് കൂടും. ഓൾ റൈറ്റ്, ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് വൈ ഡു ഐ നീഡ് ടു എക്സ്പാൻഡ് മൈ ആൻസേഴ്സ് ഇൻ സ്പീക്കിംഗ് ടെസ്റ്റ്. സോ ഇതിപ്പോൾ നമുക്ക് തോന്നാം ഞാൻ എല്ലാത്തിനും ആൻസർ പറയുന്നുണ്ടല്ലോ, ഞാൻ എൻ്റെ എക്സാമിനർ ചോദിക്കുന്ന ക്വസ്റ്റൻസിനൊക്കെ ഞാൻ ആൻസർ ചെയ്യുന്നുണ്ട്, ഐ ആൻസറിങ് ഓൾ ഓഫ് ദി ക്വസ്റ്റൻസ്, പിന്നെ ഞാൻ എന്തിനാണ് അത് എക്സ്പാൻഡ് ചെയ്ത് പറയേണ്ട ആവശ്യം എന്നുള്ളത് നമ്മൾ ചോദിക്കില്ലെങ്കിലും, അതായത് നമ്മളിപ്പം നമ്മുടെ ട്രെയിനേഴ്സിൻ്റെ അടുത്തോ ആരുടെ അടുത്തും ചോദിക്കില്ലെങ്കിലും ഒബ്വിയസ്ലി നമുക്ക് മനസ്സിൽ ഉണ്ടാവാറുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നിരിക്കും. സോ അതുകൊണ്ട് നമുക്ക് ഇവിടെ അങ്ങനത്തെ ഒരു ക്വസ്റ്റൻ വന്നിട്ടുണ്ട്. സോ ആക്ച്വലി എന്തിനാണ് നമ്മൾ ആൻസർ എക്സ്പാൻഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു 1 word ആൻസർ പറയുകയാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ എന്തെങ്കിലും ഒരു എക്സാമിനർ ക്വസ്റ്റൻ ചോദിച്ചു. സോ ഒരു ക്വസ്റ്റൻ പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡു യു ലൈക്ക് റെയിൻ എന്നാണ് ക്വസ്റ്റൻ എന്ന് വിചാരിക്കുക. ഡു യു ലൈക്ക് റെയിൻ എന്നുള്ളത് എക്സാമിനർ നമ്മളടുത്ത് ചോദിച്ചു, നോ, നമ്മൾ ജസ്റ്റ് നോ എന്ന് പറഞ്ഞു. ഈ ഒരു പറയുന്ന കാര്യത്തിൽ നിന്ന് എക്സാമിനർക്ക് എന്താണ് അസസ് ചെയ്യാൻ പറ്റുക, നമ്മുടെ ലാംഗ്വേജ് എന്താണെന്ന് മനസ്സിലാക്കും, ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. സോ എക്സാമിനർക്ക് നമ്മുടെ ഒരു ലാംഗ്വേജ് ലെവൽ അല്ലെങ്കിൽ ലൈക്ക് ഹി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദി കമാൻഡ് ലൈക്ക് വി ഹാവ് ഓൺ ദി ലാംഗ്വേജ് അല്ലേ. നമുക്ക് ആ ലാംഗ്വേജിൻ്റെ മേലുള്ള കമാൻഡ് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ എക്സ്പാൻഡ് ചെയ്തിട്ട് പറയണം. സോ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആൻസർ എക്സ്പാൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ആൻഡ് സ്പെഷ്യലി ഇൻ പാർട്ട് 3 എന്ത് ചെയ്യണം, യു ഹാവ് ടു ട്രൈ ടു എയിം ഫോർ ലോങ്, ഒരു കുറച്ചും കൂടെ മാർക്സ് അവിടെ ഡിസ്കഷനാണ്. സോ അവിടെയാണ് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നത് എക്സാമിനറിനായിട്ട്. സോ അവിടെ ഡീറ്റെയിൽഡ് ആൻസർ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. ഓക്കെ, റൈറ്റ്, ഓൾ റൈറ്റ്. അപ്പം ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ലൈക്ക് വൈ യു ഷുഡ് എക്സ്പാൻഡ് യുവർ ആൻസേഴ്സ് ഇൻ IELTS സ്പീക്കിംഗ്. ഫൈൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ഇസ് ഡു ഐ നീഡ് ടു ടോക്ക് ഫോർ 2 minutes ഇൻ പാർട്ട് 2. സോ പാർട്ട് 2 നിങ്ങൾ 2 minutes തന്നെ സംസാരിക്കണമോ എന്നുള്ളൊരു ക്വസ്റ്റൻ ഉണ്ട്. ആക്ച്വലി ഇതിപ്പം ഞാൻ പറയുകയാണെങ്കിൽ ദർ ഈസ് ലൈക്ക് വൺ ഓഫ് മൈ സ്റ്റുഡൻറ്റ് ആളെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു 2 minute തന്നെ സംസാരിക്കണം. അപ്പം ഞാനൊക്കെ എപ്പോഴും പറയും 1 minute സംസാരിച്ചാൽ പോരെ മിസ്, എന്തിനാണ് 2 minute സംസാരിക്കുന്നത് എൻ്റെ അടുത്ത് സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയും ഞാൻ യൂഷ്വലി ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട് 2 minute സംസാരിക്കണം എന്നുള്ളത്. ഓക്കെ, സോ ആക്ച്വലി നിങ്ങൾ എന്താണ് യു ഹാവ് ടു ടോക്ക് ബിറ്റ്വീൻ 1 to 2 minutes എന്നാണ്. പക്ഷേ യൂഷ്വലി ഞാൻ ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട് 2 minute സംസാരിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു 1 minute 30 seconds to 2 minutes ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ സംസാരിക്കണം എന്നുള്ളത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫ്ലുവൻസി അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമാറ്റിക്കൽ റേഞ്ച് ഇതൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും സംസാരിക്കണമല്ലോ. പക്ഷേ ലൈക്ക് ഹവെവർ ഇഫ് യു ആർ നോട്ട് കോൺഫിഡൻറ്റ് ഇനഫ്, നമുക്ക് ഈ ഒരു 2 minute അല്ലെങ്കിൽ 1.5 minute സംസാരിച്ച് ഫലിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഡു നോട്ട് ഡ്രാഗ് ഇറ്റ്.
ഒരിക്കലും വലിച്ചു നീട്ടി എന്ത് ചെയ്യരുത്, വലിച്ചു നീട്ടി സംസാരിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ 1 മിനിറ്റിൽ കുറഞ്ഞു പോയാലും അല്ലെങ്കിൽ 1 മിനിറ്റിൽ കുറയരുത്, പക്ഷെ എന്നാലും നിങ്ങൾക്ക് 2 മിനിറ്റ് എത്തിക്കാൻ പറ്റില്ല. 1 മിനിറ്റിൽ കുറയാതെ നിങ്ങൾ എന്തായാലും സംസാരിക്കണം. പക്ഷെ നിങ്ങൾക്ക് 2 മിനിറ്റ് എത്തിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡ്രാഗ് ചെയ്യരുത്. അങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫില്ലേഴ്സ് യൂസ് ചെയ്യും, നമ്മൾ അവിടെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യും, അങ്ങനെ നമ്മുടെ ബാൻഡ് കുറയും. അതുകൊണ്ട് നിങ്ങൾ കോൺഫിഡൻറ്റ് അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്യരുത്. അല്ലെങ്കിൽ ബെസ്റ്റ് ടൈം എന്താണ്, ഒരു 1 minute 30 seconds to 2 minutes ആണ്. ഓക്കെ, ഫൈൻ. ഇനി ഐ ഹോപ്പ് ദാറ്റ് വാസ് ക്ലിയർഡ്. ഇനി what happens if I continue taking past 2 minutes in speaking part 2? അതായത് അതിനെക്കുറിച്ച് നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ച് എക്സാമിനർ വറി ചെയ്തോളും. കാരണം ദി എക്സാമിനർ ഫോളോസ് ദി ടൈമിംഗ് സ്ട്രിക്ട്ലി. അതുകൊണ്ട് തന്നെ നിങ്ങൾ 2 minutes കഴിഞ്ഞ് പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എക്സാമിനർ പൊളൈറ്റ് ആയിട്ട് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്തോളും. അതുകൊണ്ട് നിങ്ങൾ എന്താ പറയുക, അതിനെക്കുറിച്ച് നമ്മൾ വറി ആവേണ്ട ആവശ്യമില്ല. പിന്നെ എക്സാമിനർ നിങ്ങളെ ഇടയ്ക്ക് കയറി സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വറി ആവേണ്ട കാര്യമില്ല, കാരണം അത് 2 minutes കഴിയുന്നതുകൊണ്ടായിരിക്കും. ഓക്കെ, ഫൈൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ്, can I choose my topic to talk about in part 2? ഇല്ല, part 2 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സാമിനർ നമുക്ക് ഒരു ടോപ്പിക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ട് 2 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ടോപ്പിക്ക് മാറ്റാൻ പറ്റില്ല. ആ ടോപ്പിക്കിൽ തന്നെ നമ്മൾ സംസാരിക്കണം. ഓക്കെ, ഇനി can I ask the examiner to change the topic? ഓക്കെ, അത് സെയിം ക്വസ്റ്റൻ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. സോ നമുക്ക് ടാസ്ക് 2 ടോപ്പിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, so do I need to follow the prompts on the cue card in speaking part 2? ഓക്കെ, സോ നമുക്ക് കുറച്ച് പ്രോംപ്റ്റുകൾ തന്നിട്ടുണ്ടാവും. അതായത് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഡിസ്ക്രൈബ് എ ടൈം വെൻ യു ടുക്ക് റിസ്ക് എന്നാണ്. സോ വെൻ ഇറ്റ് വാസ്, വാട്ട് ഇറ്റ് വാസ്, വൈ യു ടുക്ക് റിസ്ക് ആൻഡ് ഹൗ യു ഫെൽറ്റ് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രോംപ്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ടാവുക. ആ പ്രോംപ്റ്റ് നമ്മൾ സംസാരിക്കണം, അത് കറക്റ്റ് ഓർഡറിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കണോ എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ള ഡൗട്ട്. അപ്പോൾ എന്താണ്, നോ, ഇറ്റ്സ് നോട്ട് ആക്ച്വലി കമ്പൽസറി. നമ്മളിത് സംസാരിക്കണം എന്നുള്ളത് നിർബന്ധമുള്ളൊരു കാര്യമല്ല. ഓക്കെ, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ പ്രോംപ്റ്റ് തരുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് അത് സംസാരിക്കണം എന്ന് നിർബന്ധമില്ല. ബട്ട് ഐ റെക്കമെൻഡ്, നമ്മളിപ്പോൾ എന്താ ഇവിടുന്ന് റെക്കമെൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ യൂസ് ദാറ്റ് പ്രോംപ്റ്റ്. കാരണം ദാറ്റ് വിൽ ഗിവ് എ സ്ട്രക്ചർ ടു വാട്ട് യു ആർ സ്പീക്കിംഗ്. നിങ്ങൾ സംസാരിക്കുന്നത് എന്താണ് എന്നുള്ളതിനൊരു കറക്റ്റ് ഒരു നല്ല സ്ട്രക്ചർ കൊടുക്കുന്നുണ്ട് ആ പ്രോംപ്റ്റ്. അതുകൊണ്ട് തന്നെ അങ്ങനെ സംസാരിക്കുന്നതാണ് നല്ലതെന്നുള്ളതാണ് ഇവിടുന്ന് റെക്കമെൻഡ് ചെയ്യുന്നത്. ബിക്കോസ് ദിസ് വിൽ ഹെൽപ്പ് ടു സ്കോർ യു ഗുഡ് ഇൻ ഫ്ലുവൻസി. നല്ലൊരു സ്കോർ കിട്ടും ഫ്ലുവൻസിയിൽ. നിങ്ങളിത് എന്താ പറയുക, നിങ്ങൾ ആ ഒരു ഇത് വെച്ചിട്ടാണ്, പ്രോംപ്റ്റ് വെച്ചിട്ടാണ് പറയുന്നതെങ്കിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ്. എനിക്ക് തോന്നുന്നു നെക്സ്റ്റും വളരെ ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് എന്നുള്ളത്. ഡു ഐ നീഡ് ടു ടേക്ക് എ പെൻസിൽ ഇൻ ടു ദി സ്പീക്കിംഗ് ഫോർ പാർട്ട് 2? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പം കുറേ പേർക്ക് അറിയുന്നുണ്ടാവും, ഈ ലൈവ് കാണുന്ന കുറേ പേർക്ക് റിപ്പീറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ അറിയുന്നുണ്ടാവും അല്ലെ. നമുക്ക് നോട്ട്സ് എടുക്കാം. ഇപ്പം കോഴ്സ്, അതായത് നിങ്ങൾ IELTSന്റെ സ്പീക്കിംഗ് കോഴ്സ് എവിടെയെങ്കിലും കാണുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും, നമുക്ക് പേപ്പർ ആൻഡ് പെൻസിൽ എടുക്കാൻ പറയും നോട്ട്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, റൈറ്റ്? സോ ആ നോട്ട്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെൻസിൽ ഇവിടുന്ന് കൊണ്ടുപോകണോ അല്ലെങ്കിൽ പെൻസിൽ വേണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. നോ, യു ഡോണ്ട് ഹാവ് ടു ടേക്ക് എനിത്തിങ്. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ എക്സാമിനറിൻ്റെ ടേബിളിൽ നിങ്ങൾക്ക് വേണ്ട പെൻസിൽ ആൻഡ് പേപ്പർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ അതുകൊണ്ട് നിങ്ങളത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. It will be there with the examiner. Okay, ഇനി ഈ ഒരു നെക്സ്റ്റ് ഒരു ഡൗട്ട് എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് സ്റ്റുഡൻസ് ചോദിച്ചിട്ടുള്ള ഡൗട്ടാണ്, ആൻഡ് ഒരുപാട് പേർക്ക് ഉള്ളൊരു ഡൗട്ടാണ്. വിൽ ദി എക്സാമിനർ ലുക്ക് അറ്റ് ദി നോട്ട്സ് ഐ മേക്ക് ഇൻ പാർട്ട് 2? നിങ്ങൾക്ക് പാർട്ട് 2 നോട്ട്സ് ഉണ്ടാക്കാൻ ഒരു 1 minute പ്രിപ്പറേഷൻ ടൈം തരുന്നുണ്ടല്ലോ. ആ പ്രിപ്പറേഷൻ ടൈമിൽ നമ്മൾ എങ്ങനെയാണ് നോട്ട്സ് ഉണ്ടാക്കുന്നത്, ക്രോസ് വരച്ചിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിന് നമ്മളൊരു സെപ്പറേറ്റ് സെഷൻ ചെയ്യുന്നുണ്ട് ലൈവുകളിൽ. സോ അതും കാണാം. ഓക്കെ, സോ ആ നോട്ട്സ് എക്സാമിനർ വായിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്കൊക്കെ ഉണ്ട്. എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. സോ അത് നിങ്ങൾ എന്താ പറയുക, ആലോചിക്കേണ്ട ആവശ്യമില്ല. എക്സാമിനർ അത് എന്തായാലും നോക്കാൻ പോകുന്നില്ല. ഇത് നിങ്ങളുടെ സ്കോറിനെ ഒരു രീതിയിലും എഫക്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് വാട്ട് നോട്ട്സ് യു ആർ മേക്കിംഗ് ഓൺ ദാറ്റ് നോട്ട് പേപ്പർ ദാറ്റ് യു ആർ ഗെറ്റിംഗ്. ഓക്കെ, സോ അതുകൊണ്ട് ആ നോട്ട് നിങ്ങൾ എന്ത് എഴുതിയാലും, നിങ്ങൾക്ക് ഇപ്പം എന്ത് കുത്തി കുറിക്കണം തോന്നിയാലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫൈൻ. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത്
അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പാർട്ട് 1 ആൻഡ് പാർട്ട് 3 ഇൻ IELTS സ്പീക്കിംഗ് ടെസ്റ്റ്? സോ പാർട്ട് 1ൻ്റെയും പാർട്ട് 3ൻ്റെയും ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ബേസിക്കലി രണ്ടും ഒരു ഡിസ്കഷൻ ആണല്ലോ, സോ അതിൻ്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ഒരുപാട് പേർക്കുള്ളൊരു ഡൗട്ടാണ്. സോ പാർട്ട് 1 ഇറ്റ്സ് ലൈക്ക് എൻ ഇൻ്റർവ്യൂ അല്ലേ. എക്സാമിനർ നമുക്കൊരു ക്വസ്റ്റ്യൻ തരും, അതിന് നമ്മൾ ഷോർട്ടായിട്ട് ആൻസർ പറഞ്ഞാൽ മതിയാവും. ഇപ്പം എന്തായിരിക്കും കോമൺ ടോപ്പിക്സ് എന്ന് പറയുന്നത്? യുവർ ഹോബീസ്, യുവർ ലൈഫ്, അതുപോലെ തന്നെ എന്താണ് യുവർ ലൈക്സ്, യുവർ ഡിസ്ലൈക്സ്, പിന്നെ യുവർ വർക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ യുവർ വർക്ക് എൻവയോൺമെൻറ്റ്, യുവർ ഹോം ടൗൺ, അങ്ങനത്തെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. നമുക്ക് ചെറിയ ചെറിയ ഉത്തരങ്ങൾ പറഞ്ഞാൽ മതി. ബട്ട് നമ്മൾ പാർട്ട് 3ലേക്ക് വരുന്ന സമയത്ത് വെൻ വി കം ടു പാർട്ട് 3 ഇറ്റ്സ് മോർ ലൈക്ക് എ ഡിസ്കഷൻ. നമ്മൾ ഒരു 2-way ഡിസ്കഷൻ ആണ്. നമ്മൾ നമ്മുടെ ഒപ്പീനിയൻ പറയും, എക്സാമിനറുടെ ഒപ്പീനിയൻ പറയും, അങ്ങനെ ഒരു വൈഡർ ടോപ്പിക്സ് ആണ്. ഓക്കെ, ആൻഡ് യു നീഡ് ടു ഗിവ് കോംപ്ലെക്സ് മീൻസ് ക്വസ്റ്റ്യൻസ് വിൽ ബി ലിറ്റിൽ മോർ കോംപ്ലെക്സ്. അപ്പം യു നീഡ് ടു ഗിവ് മോർ ലൈക്ക് എന്താ പറയുക, കുറച്ചും കൂടെ എക്സ്പ്ലനേഷണൽ ആൻസേഴ്സ് കൊടുക്കേണ്ട ആവശ്യം നമുക്ക് പാർട്ട് 3 വരുന്നുണ്ട്. ഫൈൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഷുഡ് ഐ ഗിവ് എക്സാമ്പിൾസ് ഇൻ മൈ ആൻസേഴ്സ്? സോ നമുക്ക് കുറേ പേര് ചോദിക്കുന്ന ഡൗട്ടാണ്, ആൻസറിന് എക്സാമ്പിൾ കൊടുക്കണോ എന്നുള്ളത്. യെസ്, ഇറ്റ്സ് വെരി യൂസ്ഫുൾ ടു ഡു ദാറ്റ് ആക്ച്വലി. ഇഫ് യു ഗീവ് എക്സാമ്പിൾസ് ഇൻ യുവർ ആൻസേഴ്സ് കുറച്ചുകൂടെ റെലവെൻറ്റ് ആയിരിക്കും നിങ്ങളുടെ ആൻസർ അല്ലേ. സോ when you give examples, try to give examples particularly in part 3. Part 3-ൽ എന്ത് ചെയ്യുക, എക്സാമ്പിൾസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം there you need ലോങ് ആൻഡ് ഡീറ്റെയിൽഡ് ആൻസേഴ്സ്. അവിടെ നമുക്ക് ലോങ് ആൻഡ് ഡീറ്റെയിൽഡ് ആൻസേഴ്സ് വേണം. അതുകൊണ്ട് തന്നെ അവിടെ ആൻസേഴ്സ് കൂടുതൽ എക്സാമ്പിൾസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓൾറൈറ്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, വാട്ട് കൻ ഐ ഡു ഇഫ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദി ക്വസ്റ്റ്യൻ? ഓക്കെ, സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിൽ ഇൻ പാർട്ട് 1 യു ക്യാൻ ആസ്ക് ദി എക്സാമിനർ ടു റിപ്പീറ്റ് ദി ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യു ക്യാൻ ആസ്ക് ദി എക്സാമിനർ. ബട്ട് ഇവിടെ എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻ എക്സാമിനർക്ക് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം, പക്ഷേ ഹി കാൺ ഹെൽപ്പ് യു വിത്ത് എക്സ്പ്ലെയിനിങ് ദാറ്റ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് തരും, ബട്ട് ഹിൽ നോട്ട് എക്സ്പ്ലെയിൻ ഇറ്റ്. ബട്ട് കമ്മിങ് ടു പാർട്ട് 2ലേക്ക് വരുന്ന സമയത്ത് യു കാൺ ഈവൻ ആസ്ക് ടു ചേഞ്ച് ദി ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ മാറ്റാൻ കൂടെ ചോദിക്കാൻ പറ്റില്ല, കാരണം എക്സാമിനർ തരുന്ന ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ പറഞ്ഞേ പറ്റുള്ളൂ. And when we move to part 3, what you have to do is you can ask the examiner to explain the question and the examiner can explain the question too. So നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും, sorry I can't understand, could you please explain this question? അങ്ങനെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. ഓക്കെ, ഫൈൻ. ഇനി അടുത്തത് എന്താണ്, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, will I get a lower score if I ask the examiner to repeat the question? എനിക്ക് മാർക്ക് കുറവ് കിട്ടുമോ എക്സാമിനറുടെ അടുത്ത് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ എന്നുള്ളതാണ്. നോ, ഡെഫിനറ്റ്ലി ഇറ്റ് വോണ്ട് എഫക്ട് യുവർ സ്കോർ, ബട്ട് ഇറ്റ്സ് ഗുഡ് ദാറ്റ് യു ഓൺലി ഡു ദിസ് ലൈക്ക് 1 or 2 times. ബിക്കോസ് നമുക്ക് തന്നെ ഒരാളിങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേഷ്യം വരില്ലേ, അതുപോലെ there are chances that the examiner will get not angry, kind of എന്താ പറയുക, irritated. അപ്പോൾ അതുകൊണ്ട് it's always good that you limit your asking for repeating the question to 1 or 2 times. Okay, fine. Next one is a kind of important question. What can I do if I don't have any idea for answer in part 3? ഇത് കുറേ സ്റ്റുഡൻസ് എന്നോട് ചോദിച്ചിട്ടുണ്ട്, മിസ്സേ എനിക്ക് പാർട്ട് 3 പറയാൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഐഡിയ ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത് ഒരുപാട് സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. സോ sorry, it's real that sometimes that happens അല്ലേ. നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ ഡു യു തിങ്ക് സ്പേസ് എക്സ്പ്ലോറേഷൻ ബെനിഫിറ്റ്സ് മാൻകൈൻഡ്? ഇതാണ് നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ എങ്കിലോ ചിലവർക്ക് അറിയുന്നുണ്ടാവും, ചിലവർക്ക് അറിയുന്നുണ്ടാവില്ല അല്ലേ. സോ ഇഫ് യു ഗെറ്റ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദാറ്റ്, നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെൽ ദി എക്സാമിനർ ദാറ്റ് യു ആർ ഗെസ്സിങ്. നമ്മൾ ഗെസ് ചെയ്യാണ് എന്ന് എക്സാമിനറുടെ അടുത്ത് പറയാം, നമുക്ക് ആൻസർ അറിയില്ല, ബട്ട് ടെൽ ദം ദാറ്റ് വി ആർ ഗെസ്സിങ്. ഓക്കെ, സോ എന്നിട്ട് നിങ്ങൾക്ക് പറയാം ലൈക്ക് ഐ തിങ്ക് മൈ നോളജ് ഓൺ ദിസ് ടോപ്പിക് ഇസ് വെരി ലിറ്റിൽ ബട്ട് ഐ തിങ്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇത് ഞാൻ കുറേ വട്ടം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഡസ് ഇറ്റ് മാറ്റർ ഇഫ് ഐ ഹാവ് എൻ ആക്സെൻറ്റ് വെൻ ഐ ടോക്ക്? ഓക്കെ, സോ ഇത് നമ്മൾ തുടക്കത്തിലും അതുപോലെ ടിപ്സൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്.
ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ആക്സെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ആസ് ലോങ് ആസ് ദി എക്സാമിനർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു ക്ലിയർലി, യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് യുവർ ആക്സെൻറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കെൻ ഐ ആസ്ക് ദി എക്സാമിനർ ഫോർ ഹിസ് ഓർ ഹർ ഒപ്പീനിയൻ? ഇതൊരു നല്ലൊരു ക്വസ്റ്റനാണ്, കുറച്ച് അങ്ങനെ അധികം സ്റ്റുഡൻസ് ചോദിച്ചിട്ടില്ലാത്തൊരു ഡൗട്ടാണ്, റൈറ്റ്? സോ ഈ ഒരു ക്വസ്റ്റന് നമ്മൾ എന്താണ്, നമുക്ക് എക്സാമിനറുടെ അടുത്ത് ഒപ്പീനിയൻ ചോദിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ആക്ച്വലി ദ തിങ് ഈസ് നോ. ആസ് ലോങ് ആസ് ദിസ് ഇസ് എ ലാംഗ്വേജ് ടെസ്റ്റ്, നിങ്ങൾക്ക് എക്സാമിനറുടെ അടുത്ത് ഒപ്പീനിയൻ ചോദിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇതൊരു ഡിബേറ്റോ അല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻറ്റോ അങ്ങനെ ഒന്നും അല്ലല്ലോ. ദിസ് ജസ്റ്റ് ആൻ ഇംഗ്ലീഷ് ടെസ്റ്റ്. എക്സാമിനർക്ക് നിങ്ങളുടെ ലാംഗ്വേജ് ലെവൽ അറിയണം, അത്രയല്ലേ ഉള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾ എക്സാമിനറുടെ അടുത്ത് ഒന്നാമത്തത് ഒപ്പീനിയൻ ചോദിക്കേണ്ട ആവശ്യവുമില്ല. യു കാണ്ട് ആസ്ക് ഓൾസോ. ഓക്കെ, ഇനി so should I correct my mistakes when I am speaking in the test? Actually ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റൻ. യു ക്യാൻ കറക്റ്റ്, ബട്ട് അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം നമ്മൾ ക്വസ്റ്റൻസ് എക്സാമിൻ്റെ അടുത്ത് ചോദിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കരുത്. യു ക്യാൻ ഡു ദാറ്റ്, ബട്ട് ഡു ഇറ്റ് വെരി ലിറ്റിൽ, കുറച്ച് മാത്രം ചെയ്യുക, റൈറ്റ്? ഓക്കെ, ഇപ്പം നമ്മൾ ലൈവ് പോകുന്ന സമയത്തായാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ ഇറ്റ്സ് ഒബ്വിയസ് അല്ലേ നമുക്ക് മിസ്റ്റേക്സ് വരും എന്നുള്ളത്. സോറി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കത് തിരുത്താം. പക്ഷേ ഇമാജിൻ ലൈക്ക് നമ്മൾ സെൻറ്റൻസ് ഓക്കെ സോറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദാറ്റ് വിൽ ബി ലൈക്ക് റിയലി ഇറിറ്റേറ്റിംഗ് അല്ലേ? സോ ഡോണ്ട് ഡു ദാറ്റ്. യു ക്യാൻ ഡു ദാറ്റ് ലൈക്ക് ഇതുപോലെ ഒരു 1 or 2 times അല്ലെങ്കിൽ 3 times അത്രയൊക്കെ നമുക്ക് ചെയ്യാം. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ മിസ്റ്റേക്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്. ഓക്കെ, ഫൈൻ. ഇനി നെക്സ്റ്റ് വൺ, ദിസ് ഇസ് ഓൾസോ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വന്നൊരു ക്വസ്റ്റൻ ആണ്. സോ ദിസ് ഐ ഫെൽസ് ലൈക്ക് ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. ഹൗ ഷുഡ് ഐ ഗ്രീറ്റ് ദ എക്സാമിനർ എന്നുള്ളതാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആദ്യം തന്നെ വെൻ യു വോക്ക് ഇൻ ടു ദ റൂം, ആക്ച്വലി ദി എക്സാമിനർ വിൽ ഗ്രീറ്റ് യു ആൻഡ് ഡു യുവർ ID check. സോ അതിന് നമ്മൾ റിട്ടേൺ പറഞ്ഞാൽ മതി. ഇപ്പോൾ ഗുഡ് മോർണിംഗ് ആണെങ്കിൽ യു ക്യാൻ ടെൽ ഹിം ഗുഡ് മോർണിംഗ്. ഗുഡ് ആഫ്റ്റർനൂൺ ആണെങ്കിൽ യു ക്യാൻ ടെൽ ഹിം ഓർ ലൈക്ക് ഗുഡ് ആഫ്റ്റർനൂൺ എന്നുള്ളത്. നമുക്ക് എന്താണ് ആദ്യം തന്നെ നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്നത് അത് നമ്മൾ റിവേർട്ട് ചെയ്താൽ മതി, റൈറ്റ്? ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇസ്, ഇപ്പം ടെസ്റ്റിൻ്റെ മുന്നേ ഒക്കെ എൻ്റെ അടുത്ത് സ്റ്റുഡൻസ് ഇങ്ങനെ ചോദിക്കാറുള്ള ഈ ഒരു ക്വസ്റ്റൻ, വാട്ട് ഷുഡ് ഐ വെയർ ഫോർ മൈ സ്പീക്കിംഗ് ടെസ്റ്റ് എന്നുള്ളത്. ഓക്കെ, ആക്ച്വലി യു ക്യാൻ wear whatever you want. ആക്ച്വലി ഇതിപ്പോൾ ഒരു ഫോർമൽ ഇൻ്റർവ്യൂ അല്ല, മീൻസ് അങ്ങനെയല്ലല്ലോ. പക്ഷെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം എന്നുള്ളതാണ്. വാട്ട് എവർ യു ആർ കംഫർട്ടബിൾ ഇൻ. ഓക്കെ, വാട്ട് എവർ യു ആർ കംഫർട്ടബിൾ വിത്ത്, നിങ്ങൾക്ക് അങ്ങനത്തെ ഡ്രസ്സ് ഇടാം. പക്ഷേ ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം IELTS അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയുന്നില്ല നിങ്ങൾ ഇന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഇട്ടിട്ട് വരണം എന്നുള്ളത്. പക്ഷേ ഇമാജിൻ ദാറ്റ് വാക്കിംഗ് ഇൻ ടു എ ഫോർമൽ ഇൻ്റർവ്യൂ സെറ്റിംഗ് വെയറിങ് എ ഫ്ലൂറസെന്റ് ഗ്രീൻ ഡ്രസ്. അങ്ങനെ ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, അതായത് നമുക്ക് തോന്നുമല്ലോ ഓക്കെ ഇത് കംഫർട്ടബിളുമാണ് ആൻഡ് ഇറ്റ്സ് അപ്രോപ്രിയേറ്റ് ടു ദി സിറ്റുവേഷൻ ടു. അങ്ങനെ തോന്നുന്ന നീറ്റായിട്ടുള്ള ഡ്രസ്സുകൾ ഇട്ടിട്ട് പോവുക. ഇങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ പ്രത്യക്ഷത്തിൽ എന്ന് പറയില്ലേ, പ്രത്യക്ഷത്തിൽ അങ്ങനെ ഇന്നതിട്ടിട്ട് പോകണം എന്നുള്ളൊരു ഇതൊന്നുമില്ല, ഒരു റൂളൊന്നുമില്ല. പക്ഷേ കുറച്ച് ഒരു അത്രയ്ക്ക് ഇൻഫോർമൽ സെറ്റിങ്സിലേക്കല്ല നമ്മൾ പോകുന്നത് അല്ലേ, ഒരു സെമി ഫോർമൽ എന്നൊക്കെ പറയുന്നൊരു സെറ്റിങ്ങിലേക്കാണ്. സോ അതിന് പറ്റിയിട്ടുള്ളൊരു കാഷ്വൽസ് ആയാലും അതിന് പറ്റിയിട്ടുള്ളൊരു ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത്, നെക്സ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റൻ എന്ന് പറയുന്നത്, കെൻ ഐ യൂസ് ബോഡി ലാംഗ്വേജ് ഇൻ മൈ സ്പീക്കിംഗ് ടെസ്റ്റ് എന്നുള്ളതാണ്. ഇതും കുറേ സ്റ്റുഡൻസ് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ആക്ച്വലി എക്സാമിനർ നിങ്ങൾ ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്നും നോക്കില്ല. ബിക്കോസ് ഹീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. ആക്ച്വലി ഹീ ഈസ് ഓൺലി ഇൻട്രസ്റ്റഡ് ഇൻ യുവർ ലാംഗ്വേജ്. സോ എക്സാമിനർ നിങ്ങളുടെ ലാംഗ്വേജ് മാത്രമാണ് നോക്കുന്നത്. സോ ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്യണോ വേണ്ടെന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ആക്ച്വലി ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. എന്തിനാണെന്നറിയോ, കുറച്ചുകൂടെ നാച്ചുറലായിട്ട് തോന്നും. സോ അതുകൊണ്ട് ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് നല്ലതാണ് എന്നുള്ളതാണ് ഒരു റെക്കമെൻഡേഷൻ. അത് ജസ്റ്റ് ഒരു സജഷൻ പോലെയാണ്, അല്ലാതെ നിങ്ങൾ യൂസ് ചെയ്താലേ നിങ്ങൾക്ക് സ്കോർ കിട്ടുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ. സോ ദാറ്റ് വാസ് ദി ഫൈനൽ ക്വസ്റ്റൻ. സോ ഐ ഹോപ്പ് I try to answer all of your questions. ഇനി കോമൻസിലൊക്കെ എന്തെങ്കിലും ക്വസ്റ്റൻസ് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ Q&A സെഷൻസിൽ നമ്മൾ ആൻസർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഐ ഹോപ്പ് ഓൾ യുവർ ഡൗട്ട്സ് അബൌട്ട് യുവർ സ്പീക്കിംഗ് സെഷൻ ഇസ് ക്ലിയർഡ്. ഇനി നെക്സ്റ്റ് ഒരു ലൈവിൽ കാണുന്നവരെ ബൈ.